സിബി, ഏതായാലും രാജ്യവ്യാപക പ്രതിഷേധം ഒരു വശത്ത് ഉയർന്നു വരുന്നു, മറുവശത്ത് ഈ CIAയുടെ നടപടിക്രമങ്ങളുമായി വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാർ ഈ വെബ്സൈറ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളുമായി എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനു, ഒരു ഭാഗത്ത് പ്രതിഷേധവും മറ്റൊരു ഭാഗത്ത് കോടതിയിൽ നിയമ പോരാട്ടവും തുടരുമ്പോഴാണ് ഈ CA നടപടികൾ വേഗത്തിലാക്കുവാണ് കേന്ദ്ര സർക്കാർ. അതിന്റെ ഭാഗമായി ഈ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഇന്ന് രാവിലെ മുതൽ തന്നെ തയ്യാറായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ .nic.in എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ ഈ പേര്. ഇത് ഒരു മൊബൈൽ ആപ്പ് തന്നെ ഇതിനുവേണ്ടി തയ്യാറാക്കി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അപേക്ഷകർക്ക് സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിലും നിർബന്ധമാണ്. ഇത് ഓൺലൈൻ വഴി മാത്രമാണ് ഈ ഒരു പൗരത്വത്തിന് അപേക്ഷിക്കാവൂ എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ അപേക്ഷ നൽകാൻ വേണ്ടി ഒരു നിശ്ചിതമായ ഫീസ് അടയ്ക്കുകയും ചെയ്യണം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വ്യക്തിയുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നതാണ് അടുത്ത നടപടി. ഈ വ്യക്തിയുടെ പശ്ചാത്തലം ജില്ലാ ഭരണകൂടമാണ് അന്വേഷിക്കുക. അതിനുശേഷം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. അതിനുശേഷമായിരിക്കും ഈ പൗരത്വം നൽകുക. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണെങ്കിൽ അപേക്ഷിക്കുന്നെങ്കിൽ അത് കോൺസുലേറ്റ് വഴിയായിരിക്കും ഈ ഒരു അപേക്ഷ തന്നെ പരിഗണിച്ചുകൊണ്ട്. വ്യക്തമാണ്. ഏതായാലും ഒരു വലിയ പ്രതിഷേധം ഒരു വശത്ത് ഉയരുമ്പോൾ തന്നെ മറുവശത്ത് ഇതിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. വിവരങ്ങളാണ് സിബി നൽകിയത്.